നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കുറച്ച് റെക്കോർഡുകൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. സിനിമയുടെ കളക്ഷൻ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. ഇന്നലെ കൃത്യമായിട്ട് റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നതിന് മുമ്പാണ് നമ്മൾ വീഡിയോ ചെയ്തത്. പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ആ ഒരു വാർത്ത, ഇന്നലെയല്ല ഫസ്റ്റ് ഡേ വൈകുന്നേരത്തോടു കൂടി തന്നെ ആ വലിയ വാർത്തകളെല്ലാം തന്നെ നമുക്ക് പുറത്ത് കിട്ടുകയുണ്ടായി. എന്നാലും ഫൈനൽ കളക്ഷൻ വന്നത് ഇന്നലെയാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ റെക്കോർഡും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് മോഹൻലാൽ തന്നെ നേരിട്ട് പുറത്തേക്ക് വിടുകയായിരുന്നു. അത് ഇനിയിപ്പോൾ അതും മോഹൻലാൽ നേരിട്ട് തള്ളാനിറങ്ങി എന്നുള്ള വാദവും നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കുറെ ആളുകൾക്കെങ്കിലും ഏകദേശം ആരാണ് മോഹൻലാൽ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന്റെ പവർ എന്താണെന്ന് ഈ അടുത്ത കാലത്ത് പൊക്കം വെച്ച് വന്ന കുറച്ച് പിള്ളേർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവർ ഏകദേശം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ പോലും ഇതുപോലെയുള്ള ഒരു സാധനം അവർ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനം അവരുടെ ജീവിതത്തിൽ കാണുമെന്നുള്ളത്. എന്ത് തന്നെയാലും ആ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകം മൊത്തം തകർത്ത് തരിപ്പണമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ ഹിറ്റാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലും സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ നമ്മുടെ ചാനൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേലും ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പല വിദേശ രാജ്യങ്ങളിലെയും ഫൈനൽ കണക്കുകളെല്ലാം തന്നെ തൂക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ആദ്യ ദിവസം തന്നെ UK, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ചിത്രം ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായിട്ട് മാറിയിരിക്കുന്നു. ഇതിനകത്ത് ആ ഒരു റെക്കോർഡുകൾ നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കണക്ക് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാം. അത് വേറെ ഒന്നുമല്ല, ജർമ്മനിയിൽ ഒരു ഇന്ത്യൻ സിനിമ ആദ്യ ദിവസം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടിയിരിക്കുന്നത് ഈ ചിത്രത്തിനാണ് എന്നുള്ളതാണ്. അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ ഷാരൂഖ് ഖാന് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ട് എന്ന് പറയപ്പെടുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്കും വലിയ സ്വീകാര്യത കിട്ടാറുണ്ട്. അവിടെയാണ് ഷാരൂഖ് ഖാൻ ഈ അടുത്തിടയ്ക്ക് 2,000 കോടി ചിത്രങ്ങൾ അടിച്ചിട്ട് പോലും അതിന്റെ എല്ലാം ഫസ്റ്റ് ഡേ കളക്ഷന് തൂക്കിക്കൊണ്ടാണ് എമ്പുരാൻ ജർമ്മനിയിൽ അടിച്ചു കയറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, കേരളത്തിൽ നിന്ന് കുറേ പിള്ളേര് ജർമ്മനിക്ക് നാട് വിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെയും കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ തന്നെയായിരിക്കും പോയി കണ്ടതെന്ന് നമുക്ക് ഊഹിക്കാം. എന്ത് തന്നെയായാലും ജർമ്മനിയിലെ നമ്പർ 1 പൊസിഷനിലേക്ക് സിനിമ എത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് ഈ പറഞ്ഞ മാതിരി ഷാരൂഖ് ഖാൻ അവിടെ അത്രയും വലിയ മാർക്കറ്റുള്ള ഒരു ഏരിയ ആയിട്ട് പോലും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത് പറയേണ്ടത്, ന്യൂസിലൻഡിൽ ഒരു മലയാള സിനിമ ലൈഫ് ടൈം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് $1,94,000 US. ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്ന ചിത്രം ആടുജീവിതമാണ്. ആടുജീവിതത്തിന്റെ ഫൈനൽ കളക്ഷനാണ് 194 എന്ന് പറയുന്നത്, അതായത് $1,94,000 എന്ന് പറയുന്നത്. അതിന് 2 ദിവസം കൊണ്ട് തൂക്കിയിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ഇനി അവിടെ നമുക്ക് പുതിയ ഒരു റെക്കോർഡ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ ഒരു ഒരു അതിർത്തി ഇവിടെ എമ്പുരാൻ കെട്ടാൻ പോവുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ എമ്പുരാന് ആദ്യ ദിവസം ന്യൂസിലൻഡിൽ നിന്ന് $1,20,000 രണ്ടാം ദിവസം $75,000 കിട്ടിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് $1,95,000 ന്യൂസിലൻഡിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, $194 എന്ന് പറയുന്ന ആട് ജീവിതത്തിന്റെക്കാൾ $1,000 കൂടുതൽ, അതും 2 ദിവസം കൊണ്ട് മാത്രമാണ് ഇത്രയും വാരിയിരിക്കുന്നതെന്ന് ഓർക്കുക. ന്യൂസിലൻഡിലൊക്കെ മാക്സിമം പടം ഒരാഴ്ചയൊക്കെയാണ് ഓടുക. അപ്പോൾ ഇനിയും കിടക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് മൊത്തം കിട്ടിയാൽ പോലും അത് ഏകദേശം 250 മുകളിൽ പോകും എന്ന് നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ച് ഞായറാഴ്ച അവിടെ കിടക്കുന്നു, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ കാത്തിരിക്കാം അവിടുത്തെ ന്യൂസിലൻഡിൽ നിന്നുള്ള ഫൈനൽ കണക്ക് വരുന്നതിന് വേണ്ടി. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ, സിംഗിൾ ഡേയിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കിട്ടിയ ഇന്ത്യൻ സിനിമ എന്നുള്ള റെക്കോർഡ്, മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമ എന്നുള്ള റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് എമ്പുരാനാണ്. $2.45 മില്യൺ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായിട്ട് ആദ്യ ദിനം തൂക്കിയിരിക്കുന്നത്. 2.45 മില്യൺ ആദ്യ ദിവസത്തെ മാത്രം കണക്കാണ്. അതൊരു വലിയ റെക്കോർഡാണ്. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് കൃത്യമായിട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് മോഹൻലാലിന് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, അത് മമ്മൂട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന്റെ ഒക്കെ ഒരു വലിയൊരു ഹിറ്റിന്റെ ഒരു പകുതിയിൽ താഴെ മാത്രമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള സിനിമകൾ ഗൾഫിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഭീകരമായിട്ടുള്ള തെറിവിളി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു. ആ ഒരു കാര്യത്തിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ്
ഈ ഒറ്റ ദിവസം കൊണ്ട് $2.45 മില്യൺ അവിടെ നിന്ന് മാത്രമായിട്ട്, ഗൾഫിൽ നിന്ന് മാത്രമായിട്ട് തൂക്കി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് 5 മില്യണിലും മുകളിലോട്ട് പോകുമെന്നും 7 മില്യണിലും മുകളിലോട്ട് പോകുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കും. കാരണം അവിടെ വലിയ സീസൺ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. പെരുന്നാളിന് ശേഷമായിരിക്കും അവിടെ നിന്ന് കളക്ഷൻ ഭീകരമായിട്ട് കുത്തനെ കൂടാൻ പോകുന്നത്. അടുത്തത് UK-യിലാണ് ഹയസ്റ്റ് ഓപ്പണിംഗ് ഫോർ ആൻ ഇന്ത്യൻ സിനിമ എന്നുള്ള റെക്കോർഡാണ് UK-യിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. UK-യിലും ഈ പറഞ്ഞ മാതിരി ഹിന്ദി സിനിമകൾക്ക് ഭീകരമായിട്ടുള്ള മാർക്കറ്റുള്ള ഏരിയയാണ് UK എന്ന് പറയുന്നത്. കുറേ അധികം നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയയാണ്. മാത്രമല്ല സൗത്ത് ഇന്ത്യൻസും ഉണ്ട്, മലയാളികളുമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായിട്ട് മാറിയിരിക്കുന്നത് എമ്പുരാനാണ്. ഇനി ഹിന്ദിക്കാരുൾപ്പെടെ, ഷാരൂഖ് ഖാൻ ഉൾപ്പെടെ ഈ എമ്പുരാന്റെ റെക്കോർഡ് വെട്ടിക്കാൻ വേണ്ടി UK-യിൽ കടന്ന് മത്സരിക്കണം. UK-യിൽ മാത്രമല്ല ജർമ്മനിയിലും കടന്ന് മത്സരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും കടന്ന് മത്സരിക്കണം എന്നുള്ളതാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർനാഷണൽ തൂക്കിയടിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതൊക്കെ പലർക്കും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ 3 സിനിമകളാണ് ഇതോടുകൂടി മോഹൻലാലിന്റേതായിട്ട് 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത്. ഈ 3 സിനിമകളും തള്ളാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. കാരണം പുലിമുരുകൻ ഇറങ്ങുന്ന സമയത്തും ലൂസിഫർ ഇറങ്ങുന്ന സമയത്തും ട്രാക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കളക്ഷന്റെ ട്രാക്കിംഗ് ഉണ്ടായിരുന്നില്ല. കളക്ഷന്റെ ട്രാക്കിംഗ് വന്നതോടുകൂടി മോഹൻലാലിന് 100 കോടി ക്ലബ് ഇല്ല എന്നുള്ള ഒരു നിലവിളി ഉയരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതാണ് 2 ദിവസം കൊണ്ട് മാറ്റി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം പറയുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടുന്നുണ്ടാകും എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കും. നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനേലും ഇതുപോലെ തന്നെ ഇതിപ്പോ മോഹൻലാലിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ കാര്യത്തിലും അവിടെ എടുത്തു ഒരു റെക്കോർഡുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ആടുജീവിതം എന്ന് പറയുന്ന സിനിമ 150 കോടി ക്ലബിൽ കയറിയ ഒരു ചിത്രമാണ്. മലയാളത്തിലെ വമ്പൻ ഹിറ്റുകളിൽ നിലവിൽ 3-ാം സ്ഥാനത്തോ മറ്റോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, മറ്റോ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ പറഞ്ഞ ആടുജീവിതം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു 100 കോടി ചിത്രമാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്തത് 3 സിനിമകളാണ്. ആ 3 സിനിമകളിൽ 2 സിനിമകൾ മാത്രമാണ് തിയേറ്റർ റിലീസിനായിട്ട് എത്തിയത്. ആ 2 സിനിമകളും 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു വസ്തുത. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മോഹൻലാലിന് കൊടുക്കുന്ന ആ ഒരു കയ്യടി പൃഥ്വിരാജും ഇവിടെ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. കളക്ഷൻ വീഡിയോസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യ ദിവസത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റെക്കോർഡും ഇപ്പോൾ ഇതോടുകൂടി തന്നെ ഈ ചിത്രം തൂക്കിയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം 14,07,00,000 രൂപയാണ് ആദ്യ ദിവസം തൂക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ 19 കോടി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കണക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അവിടെ ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, കർണാടകയിലെ കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാക്കാം. അപ്പോൾ ആ ഡീറ്റെയിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തിനേലും ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു പോവാം. കർണാടകയിലെ കണക്കും കൂടെ കൂട്ടിയിട്ടായിരുന്നു, രണ്ടും കേരള കർണാടക കണക്ക് ഒറ്റയ്ക്കായിരുന്നു ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ. അതാണ് 19 കോടി എന്ന് പറയേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതും 2ആയിട്ട് വന്നിരിക്കുന്നു, അതായത് കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ കണക്ക് വന്നിരിക്കുന്നത് 14,07,00,000 രൂപയാണ്. വെട്ടിച്ചിരിക്കുന്നത് ലിയോ ആയിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. ലിയോയുടെ 12 കോടി എന്ന് പറയുന്ന റെക്കോർഡാണ് വെട്ടിച്ചത്. രണ്ടാമത് KGF ആണ് 7.30. മൂന്നാമത് ഒഡിയനാണ് 6.20. ബീസ്റ്റ് ആണ് അടുത്തത്, അത് 6.70 ആണ്. മരക്കാറാണ് പിന്നീട് വരുന്നത് 6.60. പുഷ്പ 2 ആണ് പിന്നീട് വരുന്നത്, അത് 6.35. ലൂസിഫർ ആണ് അതിനുശേഷം വരുന്നത് 6.30. അതിനുശേഷം വരുന്ന 9-10 സ്ഥാനങ്ങളിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ്. ടർബോ 6.15, ഭീഷ്മ 6.15. എന്ത് തന്നെയായാലും ഇപ്പോൾ കേരളത്തിലെ ആദ്യ ദിവസത്തെ കണക്കും ഇനി മുതൽ നമ്മൾ പറയേണ്ടത് എമ്പുരാൻ എന്ന് തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ആരുടെ സ്റ്റാർ പവറാണ്, അല്ലെങ്കിൽ ആരുടെ ബോക്സ് ഓഫീസ് പവറാണ് എത്രത്തോളം വലുതാണ് എന്നുള്ളതൊക്കെ. പൊട്ടിയ ചിത്രങ്ങളുടെ എടുത്തിട്ട്, അല്ലെങ്കിൽ മോശം അഭിപ്രായം ചിത്രങ്ങളുടെ എടുത്തിട്ടല്ല നമ്മൾ ഒരാളുടെ സ്റ്റാർഡം വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ് പടം വരുമ്പോൾ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഒരു നല്ല നടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാറ്റഗറിയാണ് നോക്കുന്നത്. എന്നിരുന്നാൽ പോലും ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ, ബോക്സ് ഓഫീസ് രാജാവ് ആരെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഈ കണക്കുകൾക്കൊരു പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും അതിനെ മോഹൻലാലിനെ തൊടാനായിട്ട് ഇന്ത്യൻ സിനിമയിൽ പല ആളുകളും ഉണ്ടാവും. പക്ഷെ മലയാള സിനിമയിൽ നോക്കുമ്പോൾ ഒരാൾക്കും സാധിക്കുന്നില്ല.
മാത്രമല്ല ഇനി വേണമെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറയാം. ഈ സിനിമയുടെ ഫൈനൽ വരട്ടെ, എത്രത്തോളം വരുമെന്ന് നോക്കാം. എന്തിനേലും കേരളത്തിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ഫൈനലൊന്നും വരാൻ സാധ്യതയില്ല. കാരണം വലിയ കാര്യമായിട്ടുള്ള തിയേറ്റർ കൗണ്ടുകളും വലിയ കാര്യമായിട്ടുള്ള ഷോകളും ഒക്കെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 ദിവസം കൊണ്ട് തന്നെ മാക്സിമം പോരും. പിന്നീട് വരുന്നതൊക്കെ ഒരു ശാന്തമായിട്ടുള്ളൊരു ഓട്ടമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം എത്രത്തോളം ഫൈനൽ കണക്ക് വരുമെന്നുള്ളത്, കാത്തിരുന്ന് കാണാം.